നമസ്കാരം. അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നത്. ചൈന ഈ ഇൻഡോ പസഫിക് മേഖലയിൽ പിടിമുറുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അത് ഭാരതവും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ കൂടിയുള്ള കാതലായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയവും കൂടിയാണത്. അത് ഈ രീതിയിൽ വിലയിരുത്തി നോക്കുമ്പോൾ ചൈന ഒരു പിടിമുറുക്കുവാൻ, അതായത് ഇൻഡോ പസഫിക് മേഖലയിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം ഭാരതവുമായി ഒരു നല്ല ബന്ധത്തിന് ചൈന കൂടുതൽ സന്നദ്ധമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യ ഒരു പ്രത്യേക പ്രതിനിധികളുമായി ബന്ധപ്പെട്ട യോഗത്തിൽ, അതായത് ഭാരതത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലും അതോടൊപ്പം തന്നെ ചൈനയുടെ വിദേശകാര്യമന്ത്രിയായ വാങ്ങിയും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചർച്ചകൾ നടത്തിയത്. ആ ചർച്ചകളിൽ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഭാരതവും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ചൈന തങ്ങളുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. ചൈന കൂടുതൽ പിടിമുറുക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നതാണ്. അതായത് പ്രത്യേകിച്ചും സൗത്ത് ചൈന സീ മേഖലയിൽ ചൈന നടത്തുന്ന ചില നിർണായകമായ പ്രവർത്തനങ്ങൾ ഉണ്ട്. അതായത് ആൻറ്റിലോപ്പ് റീഫ് എന്ന് പറയുന്ന പാരസൽസ് ദ്വീപ സമൂഹത്തിന് സമീപത്തായി വരുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ചൈന ഒരു പുതിയ സൈനിക താവളമാണ് ഒരുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത്. ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് കാണുവാൻ കഴിയുന്ന ഈ കെട്ടിടങ്ങൾ പൂർണ്ണമായും സൈനിക താവളങ്ങളാണ് എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയില്ല. പക്ഷേ ചൈനയുടെ റഡാർ സംവിധാനങ്ങളും മറ്റ് കെട്ടിടങ്ങളുമായിട്ട് വിലയിരുത്തി നോക്കുമ്പോൾ തീർച്ചയായും ഇത് ചൈന ഒരുക്കുന്ന സൈനിക താവളമാകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ നിരീക്ഷകർ നമുക്ക് ബോധ്യമാക്കി തരുന്ന ഒരു കാര്യം. എന്തായാലും ചൈന ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ പാരസൽ ദ്വീപ് സമൂഹങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും ആൻറ്റിലോപ്പ് റീഫിൽ ചൈനയുടെ 7ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക താവളം എന്ന നിലയിൽ അവരത് ഒരുക്കിക്കൊണ്ട് വരികയാണ് എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. തീർച്ചയായും ഇത് പസഫിക് മേഖലയിൽ ചൈന അവരുടെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നു, അമേരിക്കയെ അവിടെ നിന്ന് പുറത്താക്കുവാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലാണ് നമുക്കിത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത് തീർച്ചയായും തായ്വാൻ ഉൾപ്പെടെയുള്ള മേഖലയിലെ പ്രശ്നങ്ങളിൽ തീർച്ചയായും ചൈന കൂടുതൽ ശക്തമായി ഇടപെടാൻ സാധ്യതയുണ്ട്. അമേരിക്കയെ ഈ മേഖലയിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക കൂടുതൽ ശക്തമായ രീതിയിൽ അമേരിക്ക ശ്രദ്ധയൂന്നുമ്പോൾ അമേരിക്കയുടെ ശക്തി കുറയുന്നതിനനുസരിച്ച്, അതായത് അമേരിക്കയുടെ നേവൽ പവറിലായാലും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ എയർഫോഴ്സ് മേഖലയിലേക്ക് ഒക്കെ ആയാലും ഈ ശക്തി കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചൈന കൂടുതൽ ശക്തമായി ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഭാരതവുമായി ഇപ്പോൾ വളരെ ശക്തമായ രീതിയിലൊരു നയതന്ത്ര ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ചൈനയെ പൂർണ്ണാർത്ഥത്തിൽ ഭാരതം വിശ്വസിച്ചിട്ടില്ല. കാരണം ചൈന ഇങ്ങനെയുള്ള ഒരു സാമ്രാജ്യത്വ ശക്തിയാണ് എന്ന കൃത്യമായ ബോധ്യം ഭാരതത്തിന് ഉള്ളത് കൊണ്ട് തന്നെ ചൈനയുടെ ഇത്തരം പ്രവർത്തനങ്ങളെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഭാരതം പ്രതിരോധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ വരുന്ന ആൻറ്റിലോപ്പ് റീഫ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പൽ പാതയുടെ ഒരു ചരക്ക് ഗതാഗത നീക്കങ്ങൾ നടത്തുന്ന ഒരു മേഖലയുടെ അടുത്താണ് വരുന്നത്. ഈ ദ്വീപ സമൂഹങ്ങൾക്ക് നേരത്തെ തന്നെ അവകാശവാദങ്ങൾ വിയറ്റ്നാമിൻ്റെയും മലേഷ്യയുടെയും ഒക്കെ ഭാഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. വിയറ്റ്നാമിന് ഇത് പ്രത്യേകിച്ചും ആവശ്യമായും വിയറ്റ്നാമിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു അത്. 1974 ഈ പാരസൽ ദ്വീപ സമൂഹങ്ങളിലേക്ക് ചൈനയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്നത്. ആ സമയം മുതൽ തന്നെ ചൈന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഈ മേഖലയിലേക്ക് ചൈന നടത്തുന്നത്. അതായത് കോറൽ റീഫുകളെ നശിപ്പിക്കുന്ന തരത്തിൽ ഒരു നീക്കവും കൂടിയാണ് ചൈന ഈ രീതിയിൽ നടത്തുന്നത്. തീർച്ചയായിട്ടും അത് ലോകത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഇത് വലിയ പ്രശ്നം തന്നെയാണ് ചൈന ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും നേപ്പാളിൽ ഇപ്പോൾ നടക്കുന്ന തരത്തിലുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങൾക്ക്, അല്ലെങ്കിൽ നേപ്പാളിൽ ഇപ്പോൾ നടത്തുന്ന വലിയ പ്രളയത്തിന് ഉത്തരവാദിത്വവും ചൈന എന്ന രീതിയിൽ തന്നെയാണ് ചർച്ച നടക്കുന്നത്. പ്രത്യേകിച്ചും തൃശൂലി നദിയുടെ മുകൾ തട്ടിൽ അതിൻ്റെ കോഴ്സിൽ ചൈന നിർമ്മിച്ച ചില ടൗൺ നിർമ്മിതികളുണ്ട്. ആ നിർമ്മിതിയാണ് ഈ രീതിയിലുള്ള ജലബോംബിന് കാരണമായത് എന്നതാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്.
വിലയിരുത്തുന്നത്. അത് തീർച്ചയായും അവിടെ ഉണ്ടായ ചെറു ഭൂചലനം 4.4 രേഖപ്പെടുത്തിയ ചെറു ഭൂചലനം പോലും വലിയ രീതിയിലുള്ള ഈ മേഖലയിൽ നടന്ന ഐസ് പാളിയുടെ വലിയ രീതിയിൽ ഒരു പൊട്ടലുണ്ടാകുകയും അതൊരു തടാകത്തിലേക്ക് ചെന്ന് പതിക്കുകയും പിന്നീട് അതൊരു വാട്ടർ ബോംബായി മാറുകയും ചെയ്യുകയായിരുന്നു. ഇത് തീർച്ചയായും ചൈനയുടെ ഒരു പ്രശ്നം തന്നെയാണ്. അത് കാരണം തന്നെ ചൈന ഇത്തരത്തിൽ പ്രകൃതിയിലേക്ക് ഇടപെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും ലോകത്തിന് അത് വലിയ ഭീഷണിയാകുന്നു. എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും ചൈന ലോകത്തിനൊരു വൻ ഭീഷണിയായി തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മാസങ്ങളിലൊക്കെയും നടക്കാൻ പോകുന്ന ബ്രിക്സ് ഉച്ചകോടി, തീർച്ചയായും ആ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ഇതെല്ലാം തന്നെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടും. ഇന്ത്യയെ എത്ര തന്നെ സോപ്പിട്ടാലും അങ്ങനെ സോപ്പിലൊന്നും വീഴുവാനൊന്നും പോകുന്നില്ല. ചൈനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കടന്നു കയറിയതിനു ശേഷം ഭാരതത്തിൽ നിന്ന് പോകുന്ന സാധനങ്ങൾ, അതായത് ഒരു മേക്ക് ഇൻ ഇന്ത്യ പരിവേഷം അവരുടെ ഉത്പന്നങ്ങൾക്ക് കൊടുത്തിട്ട് ലോക വിപണിയിലേക്ക് കടന്നു കയറുവാനാണ് ഇപ്പോൾ ചൈനയുടെ ഒരു നീക്കം. എല്ലാ അർത്ഥത്തിലും അത് ചൈനയെ സുരക്ഷിതമായ രീതിയിൽ ഒരു സാമ്പത്തിക മേഖലയാക്കി മാറ്റും എന്നവർ കരുതുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ ഫലപ്രദമായ രീതിയിലല്ല, കാര്യങ്ങൾ 100% നടപ്പിലാക്കും എന്ന രീതിയിലല്ല നടന്നിട്ടുള്ളത്. ഭാരതത്തിന് പ്രയോജനകരമാകുന്ന രീതിയിൽ മാത്രമേ അത് ഫലപ്രദമായി നടപ്പിലാക്കുവാൻ പോകുന്നുള്ളൂ. അല്ലാതെ ചൈനയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കൊന്നും കീഴ്പ്പെടുവാൻ ഭാരതം തയ്യാറല്ല. കാരണം ഭാരതത്തിനോട് ചൈനയ്ക്ക് ഒരു വലിയ ഭയമുണ്ട്. കാരണം ഭാരതം എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം ലോകം നിൽക്കുന്ന ഒരു ലോക സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത്തരം ഒരു ലോക സാഹചര്യത്തിലാണ് ചൈന ഈ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നത്. ഭാരതവുമായി ഒരു സൗഹൃദ ബന്ധത്തിലേക്ക് വരിക, ചൈനയുടെ ഭാഗത്ത് തന്നെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാരതം ചൈനയുടെ ഒരു കോമ്പറ്റീറ്റർ അല്ല, ഭാരതം ചൈനയുടെ അടുത്ത സുഹൃത്താണ്. ഭാരതത്തിനോടൊപ്പം ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള മത്സരവും ഇല്ല എന്ന് ചൈന തുറന്നു പറയുകയുണ്ടായത്. ഏത് ചൈന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ ഒരു വൃദ്ധ സമ്പദ് വ്യവസ്ഥയെന്ന് ആക്ഷേപിച്ച ചൈനയാണ് ഭാരതത്തിനോട് ഈ രീതിയിലുള്ള പ്രതിബദ്ധത പുലർത്തുന്നത്. തീർച്ചയായും അത് ചൈനയുടെ ദുഷ്ടലാക്കിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത്. എന്തായാലും ചൈന ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും പല പ്രദേശങ്ങളിലുമായിട്ട് നടക്കുന്നു. പ്രത്യേകിച്ചും പനാമ കനാലിലുമൊക്കെ ചൈന നടത്തുന്ന ഈ നീക്കങ്ങൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഭാരതം നോക്കിക്കാണുന്നത്. ഒരു പ്രശ്നാധിഷ്ഠിതമായ രീതിയിൽ മാത്രമേ ഭാരതം ഇതിനോടൊക്കെ ഒരു സംസാരത്തിലേക്കും ഒരു നയതന്ത്ര ചർച്ചയിലേക്കും ഒക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. ചൈന ഭീഷണിയാകുന്ന ഘട്ടത്തിൽ ഭാരതം അതിനെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുകയും ചെയ്യും. കാരണം ഭാരതത്തെ സെൻറ്റർ ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങളിലേക്ക് മാത്രമേ ഭാരതം വിശ്വസിക്കുന്നുള്ളൂ. എസ് ജയശങ്കർ ആ കാര്യമൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. യൂറോപ്യൻ സെൻട്രിക്കോ ഒരു അമേരിക്കൻ സെൻട്രിക്കോ ആയ കാര്യങ്ങളിലല്ല ഭാരതം വിശ്വസിക്കുന്നത്. ഭാരതത്തിന് എന്ത് ഗുണകരമായി തീരും, അത് ലോകത്തിൻ്റെ കൂടി നന്മയെ കരുതിയിട്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഭാരതം നടത്താൻ പോകുന്നത്. എന്തായാലും ചൈന ഇപ്പോൾ ഈ ആന്റിലോപ്പ് റീഫ് സമൂഹത്തിൽ നടത്തിയ നീക്കങ്ങൾ വളരെയധികം ജാഗ്രതയോടുകൂടിയാണ് ലോകം വിലയിരുത്തുന്നത്. അത് തായ്വാന് മുകളിലുള്ള ഭീഷണിയെ കൂടി ആയി കണക്കാക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. തീർച്ചയായും കണ്ടു തന്നെ അറിയണം ചൈന എന്ത് നീക്കമാണ് നടത്താൻ പോകുന്നതെന്ന്.